വയനാട്ടിലെ സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിൽ ലക്ഷങ്ങൾ കോഴ വാങ്ങി വ്യാജ നിയമനങ്ങൾ നടത്തിയതായി ഭരണസമിതി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസുകാരനായ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അംഗം തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ ബാങ്കിലെ വ്യാജ നിയമനത്തെക്കുറിച്ച് റിപ്പോർട്ടർ നേരത്തെ വാർത്ത നൽകിയിരുന്നു. റിപ്പോർട്ടർ ഫോളോ അപ്പ്. സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിൽ 14 ജീവനക്കാരെ ഭരണസമിതി അനധികൃതമായി നിയമിച്ച വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ ഭരണസമിതി അംഗമായ ഷാജി ചുള്ളിയോട് തന്നെയാണ് വ്യാജ നിയമനവും അഴിമതിയും സ്ഥിരീകരിക്കുന്നത്. 10-15 ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് അവിടെ മുഴുവൻ ആളുകളെ നിയമിച്ചിട്ടുള്ളത്. അവിടെ ഒരു പരീക്ഷ നടന്നില്ല, ഒരു ഇൻ്റർവ്യൂ നടന്നില്ല. ഞാനൊരു ഇൻ്റർവ്യൂ ബോർഡിലെ അംഗമാണ്, പക്ഷേ അവിടെ ഒരാളെ ഞാൻ കണ്ടിട്ടാനില്ല. ഇത് വ്യാജമാണ്, 100% വ്യാജമായ രേഖയിലൂടെയാണ് അവിടെ കുറേ ആളുകളെ നിയമിച്ചിട്ടുള്ളത്. സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച കോൺഗ്രസിന് മാത്രം അംഗത്വമുള്ള ഭരണസമിതി പോലും അറിയാതെയാണ് പ്രസിഡന്റ് ഈ അഴിമതി നടത്തിയതെന്നും ഷാജി പറയുന്നു. ഞങ്ങൾ ഭരണസമിതി ഇത് അറിയുന്നില്ല, കാരണം ഒരു തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ അറിയിക്കുന്നില്ല. അവിടെ പോയി ഒപ്പിട്ട് പോരാന്നല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ആക്ഷേപിക്കലായി, നാണം കെടുത്തലായി, പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ കെ ഗോപിനാഥനാണ് ബാങ്ക് പ്രസിഡന്റ്. ഇവിടെ നിയമവിരുദ്ധമായി നിയമനം നേടിയതായി ആരോപിക്കപ്പെടുന്നവരിൽ ജില്ലയിലെ ഉന്നത കോൺഗ്രസ് നേതാക്കളുടെയും CPM നേതാക്കളുടെയും മക്കളും ഉൾപ്പെടുന്നു. കമൽ, റിപ്പോർട്ടർ, വയനാട്.